ഹലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പ്രത്യേകിച്ചും ഹണി റോസിൻ്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. രാഹുൽ ഈശ്വറിൻ്റെ വിലപ്പെട്ട ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതേപോലെ ഇന്നത്തെ വിഷയവും സ്ത്രീയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മറ്റൊന്നുമല്ല, ഭർത്താവ് മരിച്ച സ്ത്രീകൾ എങ്ങനെയാണ് ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് എന്താ പറയുക, വിലപിടിപ്പുള്ള ഉപദേശങ്ങൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തിയ സന്തോഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ അത് നമ്മുടെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ അങ്ങനെയല്ലല്ലോ ജീവിക്കേണ്ടത്. അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനെ ലംഘിച്ച് അവർ പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിലപ്പെട്ട ഉപദേശങ്ങൾ നമുക്ക് പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഉപദേശം ഞാനിവിടെ ആദ്യം വയ്ക്കാം. അദ്ദേഹം ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. മതപണ്ഡിതൻ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം പറഞ്ഞത് അത്ര വലിയ കാര്യമായതുകൊണ്ട് ഇനി നമുക്കൊരു പണ്ഡിതൻ എന്നൊക്കെ അദ്ദേഹത്തെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഒരു സമുദായത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഇതേപോലത്തെ പണ്ഡിതന്മാർ. അപ്പോൾ എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കണ്ടിട്ട് വരാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തനി കുറുഞ്ചെലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. സെറ്റീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം, എന്താണ് വിറ്റുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വന്നടി മക്കളെ, ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ. 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസോടെ കിട്ടാനോ മക്കളെ. വന്നളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങള് വരുമ്പോലെ ഇനിയും ഞങ്ങളിവിടെ വരും. വിറ്റുവിന്റെ കൂടി സൂപ്പറാടി, സൂപ്പറാ. ഇതാണ് കുഴപ്പം. ഇപ്പം കണ്ടില്ലേ, ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഇതാണ് സ്ത്രീകളുടെ കുഴപ്പം. അതായത് ഇവരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവർക്കും ഇവരെ അറിയാം. നഫീസ് ഉമ്മ, അവർക്കിപ്പോൾ 55 വയസ്സാണ്. അവരുടെ ഭർത്താവ് മരിച്ചത് അവരുടെ 30ാമത്തെ വയസ്സിലായിരുന്നു. കാരണം 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ 30 വയസ്സിൽ അവർ വിധവയായതാണ്. അതിനുശേഷമുള്ള കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെയുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്, എന്തായാലും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. പല കാര്യങ്ങൾക്കും പലരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ പോയി അധ്വാനിച്ച് കൊണ്ടുവന്നിട്ടൊക്കെ ജീവിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ആ കാലഘട്ടത്തിൽ അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായി കുട്ടികളെ സ്നേഹിച്ച് വളർത്തിയത് കൊണ്ടാണല്ലോ അവരെ മക്കളിപ്പോൾ ഇങ്ങനെ ഒരു ടൂറ് കൊണ്ടുപോയിട്ടുണ്ടാവുക. അതല്ലാതെ നമ്മളെ അത് അമ്മയോ അച്ഛനോ ആരായാലും ഒരു മക്കളും പിന്നെ തിരിഞ്ഞു നോക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ കൃത്യമായി അവർ കുഞ്ഞുങ്ങളെ നോക്കുകയും അവരെ നല്ല രീതിയിൽ ജീവിതത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ആ ഉമ്മയെ അത് വേറെ ആരുമല്ല, മക്കളാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവർ കൊണ്ടുപോയി ഒരു ടൂറ് കൊണ്ടുപോയി അവരാ മഞ്ഞിൽ കിടന്ന് കളിക്കുന്ന സന്തോഷം കണ്ടിട്ട് സഹിക്കുന്നേയില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വീട്ടിലിരുന്നോളൂ. നിങ്ങളുടെ ഭർത്താവ് മരിച്ചതല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കാൻ പോകുന്നത്? നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല. വീട്ടിലിരിക്കുക, അടങ്ങി ഒതുങ്ങിയിരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തെ പ്രാർത്ഥിച്ചോളുക. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന പടച്ച തമ്പുരാനാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സൃഷ്ടിയിലെ ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ നമ്മളെന്താ കാണണ്ടേ, കണ്ടാസ്വദിക്കണ്ടേ? അത് സ്ത്രീകൾക്ക് അവകാശമില്ലേ കാണാനുള്ളത്? അവരവരുടെ ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു, അവർ ഫ്രീ ആയി. അതിന് ശേഷമാണ് അവർ പോകുന്നത്. അപ്പോൾ വേറൊരാൾ ഇതിന് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം കാന്തപുരം അദ്ദേഹമാണ് പറയുന്നത്,
ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സ്ത്രീകൾ പോകരുത്, പോവുകയാണെങ്കിൽ തന്നെ സഹോദരനോ ഭർത്താവോ ഒക്കെയാണ് കൂട്ടിക്കൊണ്ട് പോകേണ്ടത്. അപ്പോൾ സഹോദരൻ ഇല്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ അവർ പുറത്തിറങ്ങാൻ പാടില്ല. ഭർത്താവ് മരിച്ചു, സഹോദരൻ ഇല്ല, അതായത് അവർ സഹോദരിമാർ മാത്രമാണ് എങ്കിൽ അവരും പുറത്തു പോകാൻ പാടില്ലേ. സ്വന്തം മക്കളുടെ കൂടിയാണ് ഈ സ്ത്രീ ഈ ഉമ്മ പോയിട്ടുള്ളത്. 55 വയസ്സെന്ന് പറയുന്നത് അത്ര വലിയ വയസ്സല്ല. 55കളും 65കളും 75കളും മനുഷ്യരിപ്പോൾ 10-75 വയസ്സ് വരെയൊക്കെ യാതൊരു കുഴപ്പമില്ലാതെ പോകുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ 55 വയസ്സിൽ നിങ്ങൾ പ്രാർത്ഥന ചൊല്ലി മൂലക്കിരിക്കണം എന്ന് പറയുന്നത് എന്ത് തരം മനോഭാവമാണ്? ഒരു തരം സഹിക്കായികയാണ്. സ്ത്രീകൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹത്തിനൊന്നും അങ്ങ് സഹിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, പ്രസവിക്കുക, കുട്ടികളെ പ്രസവിക്കുക, നോക്കുക, ഇത് മാത്രമാണ്. ഈ വേറെ ഇനിയിപ്പോൾ ഇവർ വേറെ കല്യാണം പോലും കഴിച്ചിട്ടില്ല, വേറെ അങ്ങനെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതേസമയം ഈ പുരുഷന്മാരോ അവരുടെയും എല്ലാവർക്കും കൂടിയുള്ള ഈ മതപുസ്തകത്തിൽ പറയുന്ന ഒരേ കാര്യങ്ങളല്ലേ. പുരുഷന്മാർക്ക് ഈ വക എൻജോയ്മെൻ്റ് എല്ലാം ആകാം, സ്ത്രീകൾ ഇതൊന്നും ചെയ്യരുതെന്നാണോ പറയുന്നത്? എന്തായാലും വളരെ പരിതാപകരമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയാണോ ഇവരുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടാവുക? പലരും അതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഗീതയിലെ പറയുന്ന കാര്യങ്ങളാണെങ്കിലും രാമായണത്തിലെ കാര്യമോ ബൈബിളിലെ കാര്യമോ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ആരാണോ വായിക്കുന്നത് ആ വായിക്കുന്ന ആൾ മനസ്സിലാക്കുന്നത്, അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതും കേൾക്കുന്നതിലെയും തെറ്റുകളായിരിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ വന്നു, എന്തെല്ലാം വ്യത്യാസമായ കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാവണ്ടേ ജീവിതത്തിൽ. രണ്ടാമത്തെ ആളാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണു കഴിഞ്ഞ ദിവസം ഒരു റീൽ ചെയ്തു. അത് നെഗറ്റീവായ രീതിയിലായാലും പോസിറ്റീവായ രീതിയിലായാലും അത് ഭയങ്കര വൈറലായി. കാരണം ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇത്രയധികം ആളുകളിലേക്ക് എത്തിയത്. ആ റീലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും ആ റീല് ചെയ്തതോടുകൂടി പലരും കമൻറ്റുമായി വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ സുധി മരിക്കുന്ന സമയത്ത് ഇവർക്ക് സ്വന്തമായി വീടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ന്യൂസ് എല്ലാം പുറത്തു വന്നപ്പോൾ കുറച്ച് പേര് സഹായിച്ചിട്ട് ഇവർക്കൊരു വീടെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സഹായം സ്വീകരിച്ച് വീടെല്ലാം വച്ച് ഇവൾ ഇനി എന്തിനാണ് സ്വന്തം ഇഷ്ടത്തിന് ഞങ്ങൾക്ക് ഓക്കെ അല്ലാത്ത രീതിയിൽ റീൽസൊക്കെ ചെയ്ത് ജീവിക്കുന്നത്? നിങ്ങൾ റീൽസ് ചെയ്യൂ, പക്ഷേ അത് ഞങ്ങൾക്ക് ഓക്കെ ആവുന്ന രീതിയിൽ, ഞങ്ങൾക്ക് കുറ്റം പറയാൻ തോന്നാത്ത രീതിയിലുള്ള റീലേ ചെയ്യാവുള്ളൂ എന്നാണ് അഭിപ്രായമായിട്ട് വരുന്നത്. പക്ഷേ ഇതിലൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ആ വീട് ആ കുട്ടികളുടെ പേരിലാണ്. കുട്ടികൾക്ക് മാത്രമാണ് അതിനകത്ത് അവകാശമുള്ളൂ. ഇതിൽ രേണുവിന് അവകാശമൊന്നുമില്ല, അതെല്ലാം കൃത്യമായിട്ടുണ്ട്. സുധിയുടെ മക്കൾക്കാണ്. അല്ലാതെ രേണുവിന് അതിൽ പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും ഇല്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ വീട് പണിതു കൊടുത്ത ആൾക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ രേണു ആണെങ്കിലും എപ്പോഴും നമ്മൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കാതെ, സഹായത്തിന് നിൽക്കാതെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യൊന്നും വേണ്ട, ഉപദ്രവിക്കാതിരുന്നൂടെ? അവരവരുടെ ആ ജീവിതവും ആ റീൽസും അതിൽ നിന്നുള്ള വരുമാനവും ഒക്കെ ആയിട്ട് അവർ ജീവിച്ചോളും. പിന്നെ വിമർശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് അത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിമർശിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അത് ഈ രീതിയിൽ അവരെ മൊത്തത്തിൽ തകർത്ത് കളയുന്ന രീതിയിൽ, മോശം പറയുന്ന രീതിയിൽ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നിയമമുണ്ട്, അതായത് വിധവകളായ സ്ത്രീകൾ ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ രേണുവിനും ചെറുപ്പമാണ്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ അത്രയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആരെങ്കിലും വന്നാൽ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് വേറെ വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അധിക പ്രായമൊന്നുമില്ല അവർക്ക്. അപ്പം ഇതെല്ലാം ഇനിയിപ്പോൾ അവർക്കൊരു പേടിയായിരിക്കും, സൊസൈറ്റി എന്ത് പറയും, അവർക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്നത് പറഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കമൻറ്റുകളെല്ലാം അവരുടെ ഉള്ളിൽ, നമ്മൾ ഈ കേൾക്കുന്നവരുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു സ്വസ്ഥതക്കുറവ് എപ്പോഴും ലൈഫിലുണ്ടാവും. അപ്പോൾ ആ സ്ത്രീക്ക് മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ, അവരതനുസരിച്ച് ജീവിക്കട്ടെ, നല്ലൊരു ജീവിതം ജീവിക്കട്ടെ. ഒരാൾ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ നാളെല്ലാം ഉണ്ടാകും അതിൻ്റെ ഒരു ആബ്സെൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഗ്രാജുവലി നമ്മൾ നോർമൽ ഒരു ഇതിലേക്ക് വരില്ലേ? അപ്പോൾ നമുക്ക് എന്താ സന്തോഷിക്കാൻ പാടില്ലേ? എന്നും കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കുന്ന ആൾക്കാരെയാണോ നിങ്ങൾക്ക് കാണേണ്ടത്?
അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റുക. സ്ത്രീകൾ ബോൾഡായിട്ട് പുറത്തേക്ക് വരും, അവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളായിട്ടൊന്നും ചെയ്തു കൊടുക്കുകയൊന്നും വേണ്ട. അതല്ല ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ ഭർത്താവ് മരിച്ചു, ഇനി സന്തോഷിക്കാൻ പാടില്ല, നമ്മൾ മറ്റേ നാമം ജപിച്ച് മൂലയ്ക്കിരിക്കണം, അങ്ങനെയൊക്കെയാണ് പിന്നെ സതിയൊക്കെ അങ്ങ് അനുഷ്ഠിക്കാം, അതാ നല്ലത്. കാരണം പിന്നെ ജീവിതത്തിൽ വേറൊന്നും ചെയ്യാനില്ല, ചെയ്യാൻ സമ്മതിക്കൂല, ഇതുപോലെയുള്ള കമൻറ്റുകൾ വരുവാണ്. അപ്പം പിന്നെ എന്താ വേണ്ടത്? ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുക, സതി, അതാണ് നല്ലത്. മതി ജീവിച്ചത്, കുട്ടികളുടെ കാര്യമില്ല, അത് പിന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ടങ്ങ് നോക്കുമായിരിക്കും എന്ന് ചിന്തിക്കുവാണോ വേണ്ടത്? ആ നഫീസുമ്മയുടെ വീഡിയോ കണ്ടാൽ അറിയാം, അവർ എത്ര സന്തോഷത്തിലാണ്. അവരെല്ലാവരെയും വിളിക്കുകയാണ്, നിങ്ങളെല്ലാം വരൂ, ഇങ്ങനെയെല്ലാം ജീവിക്കൂ. നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ജോലിയുണ്ട്, എത്ര വലിയ ആളാണ് എന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ വീടുകളിലേക്കാണ്. അവിടെ നമുക്ക് സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളുണ്ട്. ചോറും കറിയും വയ്ക്കുക, അടുക്കള, പാത്രം, ഫ്ലോറ് വൃത്തിയാക്കൽ, ഇതെല്ലാം സ്ത്രീകളുടെ പണികളാണ്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പലരും അത്ര വലിയ പരാതി ഉണ്ടെങ്കിലും അത്ര വലിയ പരാതി പറയാതെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവരാണെങ്കിലും ആ ഒരു കുറച്ച് ടൈം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് പോയിട്ടുണ്ടാവുക. അല്ലാതെ എന്നും ടൂർ പോകുന്നുണ്ടോ ആരെങ്കിലും? അപ്പോൾ എന്നും ഇതൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരു 2 ആഴ്ചത്തെ പരിപാടിയായിരുന്നായിരിക്കും. അത് കഴിഞ്ഞ് ബാക്ക് ടു അതേ ജീവിതത്തിലേക്കാണ് വരുന്നത്. അതേ വീട്, അതേ ചുമര്, അതേ അടുക്കള, അതേ ഭക്ഷണം ഉണ്ടാക്കൽ, അത് തന്നെയാണ് ചെയ്യുന്നത്. അതിനിടയിൽ 1-2 ആഴ്ച പോയി ഇവർ ഈ സന്തോഷിക്കുന്നതിനാണ് ഇത്ര വലിയ കമൻറ്റുമായിട്ട് വരുന്നത്. നിങ്ങളിത് ചെയ്യരുത്, നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കണം എന്നെല്ലാം പറയുന്നത്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചേക്കുന്നതെല്ലാം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും കാണാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളതാണ്. അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക ആദ്യം. അങ്ങനെ ചിന്തിക്കാൻ പറ്റുക, അതല്ലേ നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ ഈ നഫീസുമ്മയൊക്കെ ഒരു ടൂർ പോകാൻ താല്പര്യം കാണിക്കുമോ? അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കമൻറ്റ് വന്നുകൊണ്ട് മറ്റുള്ളവർക്കും അതൊരു അതായത് ഇതേപോലെയുള്ള ബുള്ളിങ് വരുമോ എന്നുള്ളതൊക്കെ കൊണ്ടൊരു സംശയം തോന്നിപ്പോകുമായിരിക്കും. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. പടച്ചവൻ സൃഷ്ടിച്ചതെല്ലാം നമ്മൾക്ക് കാണാനും സന്തോഷിക്കാനും ഉള്ളതാണ്. അങ്ങനെ തന്നെയാണത്, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് സന്തോഷിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ളവർ പറയുന്നത് പറയട്ടെ. നമ്മൾ വളരെ കൃത്യമായ അച്ചടക്കത്തോടെയുള്ളൊരു ജീവിതം ജീവിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടായാൽ മതി, നമുക്ക് ബോധ്യമുണ്ടായാൽ മതി, നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവർക്ക് ബോധ്യമുണ്ടായാൽ മതി. അത്രേ അതിൽ കാര്യമുള്ളൂ.